ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കിവിടെ ഒരു ബീഫ് കറി ഉണ്ടാക്കാം. അതിനു വേണ്ടി ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളം പോകാൻ പാകത്തിനൊരു പാത്രത്തിലിട്ട് വയ്ക്കുക. 2 കിലോ ബീഫാണ് കറി വയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം അരിയുക. കൂടെ ഒരു 3-4 ഇതള് കറിവേപ്പില കൂടി എടുക്കാം. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എടുക്കാവുന്നതാണ്. കറിവേപ്പില എത്ര കൂടിയാലും കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു കുക്കറിലാക്കാം. ഞാൻ കുക്കറിലാണ് ബീഫ് വേവിച്ചെടുക്കുന്നത്. അതിനൊരു കുക്കർ എടുത്ത് ആ കുക്കറിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ബീഫ് ഇടുക. അതിനോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത്രയും ഇടുക. കൂടാതെ വേണ്ട പൊടികൾ കൂടെ ആഡ് ചെയ്യണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കണം. മുളക് പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പൊടിയാണ്. കാശ്മീരി ചില്ലിയും ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യുന്നില്ല. ശേഷം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1-1.5 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കുറച്ചിട്ട് കൊടുത്താൽ മതി. ശേഷം മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് പ്രത്യേകിച്ച് കണക്കൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാനങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്പൂണൊന്നും അളക്കാൻ നിന്നില്ല. ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അതിനുശേഷം ഇതിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഏത് ഓയിലാണോ നോർമലി യൂസ് ചെയ്യുന്നത് ആ ഓയിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്യണം. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സ്പൂൺ കൊണ്ടൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടത്തേക്കും പിടിക്കാൻ പാകത്തിന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വയ്ക്കുക. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങാറുണ്ട്. സോ കുക്കർ അടച്ച് അടുപ്പത്ത് വെച്ച് നല്ലപോലെ വേവിക്കുക. ഞാനൊരു 7 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ഓരോ ഇതിൻ്റെ അനുസരിച്ച് അത് മാറും. വിസിലൊക്കെ പോയതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് വഴറ്റേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സവാളയും ഇച്ചിരി തക്കാളി, കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഞാൻ വേറെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. കുക്കർ വിസിൽ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കുക്കർ തുറന്നിട്ടാണ് ബാലൻസ് നമ്മൾ ചെയ്യുന്നത്. കടുക് വറുക്കുവാണ് ചെയ്യുന്നത്. എന്തായാലും ഇപ്പം ബീഫ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കണമെങ്കിൽ കഴിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാനൊന്ന് കടുക് വറുത്തിടുന്ന ഒരു കാര്യം ചെയ്യാറുണ്ട്. നല്ല കറക്റ്റായിട്ട് ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക, എല്ലാം കറക്റ്റാണ്. നമുക്ക് ഇതൊന്ന് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സവാള, തക്കാളി, കറിവേപ്പില, പച്ചമുളക് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ചട്ടി എടുക്കുക. ബീഫ് മുഴുവനായിട്ടും കൊള്ളുന്ന ഒരു ചട്ടി എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു വലിയൊരു ചട്ടി എടുത്ത് അതിനകത്ത് അത് അടുപ്പത്ത് വെച്ച് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ആ ഓയിലിലോട്ട് കടുക് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഓയിലിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അരിഞ്ഞ് ബാക്കി വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്.
അത് ഒന്ന് വഴന്ന് വരുമ്പോഴാണ് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് പച്ചമുളകും ബാലൻസ് വെച്ചിരിക്കുന്ന തക്കാളിയും ഒക്കെ ഇട്ട് കൊടുക്കാം. ഏകദേശം നന്നായിട്ട് സവാള വഴന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ശേഷം ഞാൻ അതിൻ്റെ അതിൽ കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഒരു സെക്കൻഡ് അതിനകത്ത് കഴിയുമ്പോഴത്തേക്കും മാറ്റി വെച്ചിരിക്കുന്ന ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു തക്കാളി ഓൾറെഡി ഞാൻ ആദ്യമേ ബീഫ് വേവിച്ചപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാലൻസാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. സോ അതുകൂടെ ആഡ് ചെയ്ത് നല്ലപോലെ കുറച്ച് നേരം വഴറ്റിയെടുക്കണം. കാരണം ഇതിൻ്റെ എല്ലാം പച്ച ചുവ മാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്താ വെച്ചാൽ ചെയ്തോളൂ. കാരണം ഞാൻ ഓൾറെഡി ബീഫ് വേവിച്ചതിൽ നല്ലപോലെ ഉപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് വേറെ സെപ്പറേറ്റ് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് അത് ആഡ് ചെയ്യാം. അപ്പോൾ ഏതായാലും ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ പച്ച മണമൊക്കെ ഒന്ന് പോയി ഒന്ന് പതിയെ ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് പതിയെ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് മുഴുവനായിട്ടും അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അത് അതിൽ കിടന്നൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ കണ്ടില്ലേ, ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് വെള്ളമുണ്ട്. ആ വെള്ളമൊന്ന് മാറി ഒന്ന് കുറുകി ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ബീഫ്. ഒരു 5 മിനിറ്റ് അതിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് അത് റെഡിയായി വന്നത്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഒരുപാട് വെള്ളമുള്ള ഇല്ലാതെ നല്ല അത്യാവശ്യം നല്ല കുറുകിയ പോലെയുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും തൂക്കി കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള നല്ല ബീഫിൻ്റെ സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റെഡി ആയിട്ടുണ്ട്. Okay, thanks for watching. Thank you.